ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ മാരുതിയുടെ ഷോറൂമിലാണ്. അതായത് അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ വിൽക്കുന്ന ആ ഒരു ഷോറൂമിലാണ് നമ്മളുള്ളത്. അപ്പോൾ മാരുതിയുടെ ഷോറൂം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് കാറ്റഗറിയിൽ അവർ പോകുന്നുണ്ട്. അതായത് അരീന സെഗ്മെൻറ്റും വരുന്നുണ്ട്, അതുപോലെ നെക്സയും വരുന്നുണ്ട്. അപ്പോൾ നെക്സ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെനോ എന്ന ബ്രാൻഡിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്കോഡ എന്ന ബ്രാൻഡിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്കൊന്ന് ഹോണ്ട അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ ഓഫർ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ താമസം ഇപ്പോൾ അരീന നമ്മൾ ചെയ്യുന്നു, ഇനിയിപ്പോൾ ഹ്യൂണ്ടയുടെ വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ബ്രാൻഡ്സ് കൂടി ഞാൻ നോക്കട്ടെ, വേറെ ഏതൊക്കെ ബ്രാൻഡ്സ് കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നോക്കട്ടെ. അതിൻ്റെയും കൂടെ വീഡിയോസ് നമ്മൾ ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കണ്ടന്റിലേക്ക് വരാം. അപ്പം മറ്റുള്ള ബ്രാൻഡ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്കോഡ ആയാലും റെനോ ആയാലും മിക്ക ബ്രാൻഡ്സിനും ഓഫർ വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാരുതിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അവർ ഓഫേഴ്സ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സാധാരണ എല്ലാ മാസവും ഇപ്പോൾ ഓൾട്ടോ, എക്സ്പ്രസോ, സെലേരിയോ, വാഗണർ തുടങ്ങിയ വാഹനങ്ങൾക്ക് നല്ല ഓഫർ അവർ നൽകാറുണ്ട്. 35-40 രൂപയൊക്കെ അവർ നൽകാറുണ്ട്. ഈ മാസവും അങ്ങനെ തന്നെയാണ് നോക്കണം. പിന്നെ ഓൺ റോഡ് പ്രൈസ് പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത്, ഡൗൺ പേയ്മെൻറ്റ് പറയുന്നുണ്ട്, EMI നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. കണ്ടന്റിലേക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ വാഹനം തന്നെ ഓൾട്ടോയാണ്. എൻട്രി ലെവലാണ്. മാരുതിയുടെ ലൈനപ്പിലെ എൻട്രി ലെവൽ വാഹനമാണ് ഈ ഒരു ഓൾട്ടോ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രൈസ് വരുന്നത് LXI ആണെങ്കിൽ നമുക്കൊരു 5,74,000 ഓൺ റോഡ് വരുന്നുണ്ട്. VXIക്കോ 6,13,000 നമുക്ക് ഓൺ റോഡ് വരും. VXI പ്ലസ് ആണെങ്കിൽ 6,54,000 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. VXI മുതൽ VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 6,70,000, VXI പ്ലസ് ഓട്ടോമാറ്റിക്കിന് 7,12,000 ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ഓൾട്ടോ എന്ന വാഹനത്തിന് വരുന്നത്. ഇനി ഇതിൻ്റെ ഓഫറിലേക്ക് വരാം. ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെപ്പറേറ്റ് ഓഫർ വരുന്നത്. ചെറിയ 5,000 വ്യത്യാസം മാത്രമാണ് രണ്ട് വേരിയൻസ് തമ്മിലും വരുന്നത്. അപ്പോൾ മാനുവലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 35,000 രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത്. മാനുവൽ അതായത് ഓൾട്ടോയുടെ മാനുവലിന് 35,000 രൂപ ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുന്ന് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് പതിപ്പിലേക്ക് പോകുന്ന സമയത്ത് മാനുവലിൽ നമുക്ക് അവർ 35,000 നൽകിയപ്പോൾ ഓട്ടോമാറ്റിക് പതിപ്പിന് അവർ നൽകിയിട്ടുള്ളത് 40,000 രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് അവർ നൽകിയിട്ടുള്ളത്. എക്സ്ചേഞ്ച് ബോണസ് 15ഉം കോർപ്പറേറ്റ് ഓഫർ 3,000 രൂപയും തന്നെ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിൽ 5,000 രൂപയുടെ വ്യത്യാസം മാത്രമാണ് വരുന്നത്. മാനുവൽ 35,000 ക്യാഷ് ഓഫർ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കിന് 40,000 രൂപയും അവർ ക്യാഷ് ഓഫറായിട്ട് നൽകി. ഈ ഓൾട്ടോയുടെ ഒരു ബേസ് മോഡൽ വാഹനം നിങ്ങൾക്ക് എടുക്കണമെന്ന് വെച്ചു, അതായത് LXI എന്ന വേരിയൻ്റാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 15,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. EMIയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് 11,500 റേഞ്ചിലും 7 വർഷത്തേക്ക് 8,900 റേഞ്ചിലുമായിരിക്കും വാഹനത്തിൻ്റെ EMI നമുക്ക് വരുന്നത്. ഇത്രയും ഉള്ളൂ നമുക്ക് ഓൾട്ടോയെക്കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് തൊട്ടടുത്ത വാഹനത്തിലേക്ക് പോകാം. എക്സ്പ്രസോയിലേക്ക് പോകുന്ന സമയത്ത് VXIക്ക് 6,21,000, VXI പ്ലസിന് 6,55,000 രൂപയും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ LXI പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ LXI വാഹനം അങ്ങനെ വരാറില്ല, ആരും ചൂസ് ചെയ്യാറില്ല. അപ്പോൾ LXI വിട്ടുതരാം. ഇനി ഓട്ടോമാറ്റിക് പതിപ്പാണെന്നുണ്ടെങ്കിൽ VXIക്ക് 6,79,000, VXI പ്ലസിന് 7,13 റേഞ്ചിലും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാഷ് ഓഫീസിലേക്ക് കടക്കാം. ക്യാഷ് ഓഫർ മാനുവൽ പതിപ്പിന് 30,000, എക്സ്ചേഞ്ച് 15, കോർപ്പറേറ്റ് 3. ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ 35,000 ക്യാഷ് ഓഫർ, 15 എക്സ്ചേഞ്ച്, 3,000 കോർപ്പറേറ്റ് എന്നിങ്ങനെയാണ് ഓഫേഴ്സ് പോകുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഡൗൺ പേയ്മെൻറ്റ് ബേസ് മോഡലിന് ഒരു 15,000 രൂപ അടയ്ക്കേണ്ടി വരും. EMIയിലേക്ക് നോക്കിയാൽ 7 വർഷത്തേക്ക് ഒരു 9,800, 5 വർഷത്തേക്കാണെങ്കിൽ ഒരു 12,600 റേഞ്ചിലുമായിരിക്കും നമുക്ക് ഈ വാഹനത്തിൻ്റെ EMI നമുക്ക് വരുന്നത്. ഓൾട്ടോയുടെ കാര്യം നമ്മൾ സംസാരിച്ച് 7 വർഷത്തേക്ക് വെച്ചാൽ 9,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് EMI വരുന്നുള്ളൂ. അതായത് ഒരു 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ ഒരു യൂസ് കാർ വാങ്ങുന്ന വില EMI മാത്രമേ നമുക്ക് ന്യൂ കാറിന് വരികയുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് സെലേരിയോ എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം. സെലേരിയോ VXI പതിപ്പിന് 7,12 വരും ഓൺ റോഡ്, ZXIക്ക് 7,59 വരും, ZXI പ്ലസ് 8,15 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ സെലേരിയോ VXI ഓട്ടോമാറ്റിക്കിന് 7,71, ZXI 8,17, ZXI പ്ലസ് 8,73 നമുക്ക് ഓൺ റോഡ് പ്രൈസ് സെലേരിയോ എന്ന വാഹനത്തിന് വരുന്നുണ്ട്. ഇനി ഓഫേഴ്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മാനുവൽ വേരിയൻറ്റിന് 35,000 ക്യാഷ് ഓഫർ വരുന്നുണ്ട്, 15,000 എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, 3,000 രൂപ കോർപ്പറേറ്റ് ഓഫർ. ഓട്ടോമാറ്റിക് പതിപ്പിനോ 40,000 ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറും. ഡൗൺ പേയ്മെൻറ്റ് ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം സെലേറിയോ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. 5 വർഷത്തേക്ക് 14,300 റേഞ്ചിലും 7 വർഷത്തേക്ക് 11,000 റേഞ്ചിലും
വാഹനത്തിന് EMI നമുക്ക് വന്ന് നിൽക്കും. അത്രയും ഉള്ളൂ സെലേരിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ഇനി നമുക്ക് നേരെ വാഗണോറിലേക്ക് പോകാം. വാഗണോറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് LXIക്ക് 671 ഓൺ റോഡ് വരുന്നത്, VXI 724 ഓൺ റോഡ് വരുന്നത്, ZXI 780 ഓൺ റോഡ് വരുന്നത്, ZXI പ്ലസ് 818 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പിലേക്ക് പോയിക്കഴിഞ്ഞാൽ VXI ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 782, ZXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 821, ZXI പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 876 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 35,000 ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറും. ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിലും 40,000 ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറും. ഓട്ടോമാറ്റിക് മാനുവലും തമ്മിൽ 5,000 വ്യത്യാസമേ ഉള്ളൂ. മാനുവലിന് 35,000 ക്യാഷ് ഓഫർ കൊടുത്തവൾ ഓട്ടോമാറ്റിക് പതിപ്പിന് അവർ 40,000 രൂപയാണ് ക്യാഷ് ഓഫർ കൊടുത്തേക്കുന്നത്. 35,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ മാസം വാഗണോറിൻ്റെ ബേസ് മോഡൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. 7 വർഷത്തേക്ക് 10,200 റേഞ്ചിലും 5 വർഷത്തേക്ക് 13,300 റേഞ്ചിലുമായിരിക്കും EMI വാഗണോറിന് വന്ന് നിൽക്കുന്നത്. അത്രയും ഉള്ളൂ വാഗണോറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. ഇനി നമുക്ക് നേരെ സ്വിഫ്റ്റിലേക്ക് പോകാം. സ്വിഫ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് LXIക്ക് 776 ഓൺ റോഡ് വരുന്നുണ്ട്, VXIക്ക് 870 ഓൺ റോഡ് വരുന്നുണ്ട്, VXI ഓപ്ഷൻ എന്ന വേരിയൻറ്റിന് 9,02,000 ഓൺ റോഡ് വരുന്നുണ്ട്, ZXI 982, ZXI പ്ലസ് 1070 ഓൺ റോഡ് വരുന്നു. ഇനി ഇതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിലേക്ക് പോയിക്കഴിഞ്ഞാൽ VXI 929, VXI ഓപ്ഷൻ 961, ZXI 1046, ZXI പ്ലസ് 1128 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ക്യാഷ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വേരിയൻറ്റ് വൈസ് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് LXI വേരിയൻറ്റിന് 30,000 രൂപയാണ് ക്യാഷ് ഓഫർ, വേറെ ഓഫേഴ്സ് ഒന്നും 30,000 രൂപ ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 കോർപ്പറേറ്റ് ഓഫറും. അത്രയുമാണ് LXIയുടെ ഓഫർ. ഇനി നമ്മൾ VXIയിലേക്ക് പോയി കഴിഞ്ഞാലോ VXI മാനുവലിന് 25,000 ക്യാഷ് ഓഫറും ഓട്ടോമാറ്റിക്കിന് 30,000 ക്യാഷ് ഓഫറും. എക്സ്ചേഞ്ച് ബോണസ് സെയിം തന്നെ 15,000 3,000 കോർപ്പറേറ്റ് ഓഫറും. ഇനി ZXI പ്ലസ് വേരിയൻറ്റുകൾക്ക് 35,000 മാനുവലിലും 40,000 ഓട്ടോമാറ്റിക്കിനും നൽകിയിട്ടുണ്ട്. പിന്നെ 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 3,000 കോർപ്പറേറ്റ് ഓഫറും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഒരു ബേസ് മോഡൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും. 5 വർഷത്തേക്കാണെങ്കിൽ 15,300ഉം 7 വർഷത്തേക്ക് 11,800 റേഞ്ചിലും വാഹനത്തിന് EMI വരുന്നുണ്ട്. അത്രയും ഉള്ളൂ നമുക്ക് സ്വിഫ്റ്റിനെ കുറിച്ച് പറയാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഡിസൈറിലേക്ക് കിടക്കാം. ഡിസൈറിലേക്ക് കിടക്കുന്ന സമയത്ത് ഓഫേഴ്സും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. യാതൊരുവിധ ഓഫറും കാര്യങ്ങളും ഡിസൈർ എന്ന വാഹനത്തിന് നമുക്ക് അവൈലബിൾ അല്ല. LXIക്ക് 817 റേഞ്ചിൽ ഓൺ റോഡ് വരും, VXIക്ക് 934 ഓൺ റോഡ് വരും, ZXI 1063 ഓൺ റോഡ് വരും, ZXI പ്ലസ് 1151 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ VXI 993 ഓൺ റോഡ് വരും, ZXI 1122 ഓൺ റോഡ് വരും, ZXI പ്ലസ് 1240 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് ഒരു 80,000 രൂപ അടച്ച് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. ബേസ് മോഡൽ വാഹനം 7 വർഷത്തേക്ക് 12,500 റേഞ്ചിലും 5 വർഷത്തേക്ക് 16,200 റേഞ്ചിലുമാണ് വാഹനത്തിൻ്റെ EMI നമുക്ക് വരുന്നത്. അത്രയും ഉള്ളൂ നമുക്ക് ഡിസൈറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം ഈക്കോയാണ്. ഈക്കോയിലേക്ക് വരുന്ന സമയത്ത് 10,000 ക്യാഷ് ഓഫറും 15,000 എക്സ്ചേഞ്ച് ബോണസും 3,000 കോർപ്പറേറ്റ് ഓഫറും. ഇച്ചിരി ഡൗൺ ഒരു 40-50 റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈക്കോ എന്ന വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. 5 സീറ്റർ AC ആണെങ്കിൽ 725ഉം 7 സീറ്റർ ആണെങ്കിൽ 717ഉമാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇനി ബ്രസീലിലേക്ക് പോകാം. അതിന് 6 എയർ ബാഗിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. LXIക്ക് 1033 ഓൺ റോഡ് വരും, VXIക്ക് 1158 ഓൺ റോഡ് വരും, ZXI 1358 ഓൺ റോഡ് വരും, ZXI പ്ലസ് 1517 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരും. ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ VXIക്ക് 1355, ZXI 1536, ZXI പ്ലസ് 1554 ഓൺ റോഡ് വരും. ഓഫേഴ്സ് വരുന്നത് ZXI പ്ലസ് വേരിയൻറ്റുകൾക്ക് ഓഫറുള്ളൂ. 10,000 ക്യാഷും 15,000 എക്സ്ചേഞ്ചും 2,000 രൂപ കോർപ്പറേറ്റ് ഓഫറും. 1,00,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ LXI വേരിയൻ്റ് എടുക്കാൻ പറ്റും. 5 വർഷത്തേക്കാണെങ്കിൽ 20,500ഉം 7 വർഷത്തേക്ക് 15,800ഉമാണ് EMI നമുക്ക് വരുന്നത്. അത്രയും ഉള്ളൂ ബ്രസയെക്കുറിച്ച് പറയാം. ഇനിയുള്ളത് എർട്ടിഗയുടെ കാര്യം അറിയാം. ഓഫർ കാണത്തില്ലെന്നുള്ളത് അറിയാമല്ലോ. ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. വിലയൊന്ന് പറഞ്ഞു തരാം. VXIക്ക് 1226, ZXI 1358, ZXI പ്ലസ് 1442. ഓട്ടോമാറ്റിക് VXI ആണെങ്കിൽ 1394, ZXI 1527, ZXI പ്ലസ് 1611. 1,00,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡൽ വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. 5 വർഷത്തേക്കാണെങ്കിൽ 24,700ഉം 7 വർഷത്തേക്കാണെങ്കിൽ 19,300ഉമാണ് EMI വരുന്നത്. അപ്പം വേറെ യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഇല്ല. ഒരുപാടങ്ങ് ഓഫറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ലാത്ത ഓഫർ വരുന്നുണ്ട്. കാര്യം 35,000 40,000 റേഞ്ചിലൊക്കെ നൽകിയിട്ടുണ്ട് അവർ. ഓഫർ ഒട്ടുമില്ലാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർട്ടിഗയ്ക്ക് യാതൊരുവിധ ഓഫേഴ്സും നൽകിയിട്ടില്ല. അതേപോലെ ഡിസൈറിന് യാതൊരുവിധ ഓഫേഴ്സും നൽകിയിട്ടില്ല. ബ്രസയ്ക്ക് ഓഫർ കുറവാണ്, ഈക്കോയ്ക്ക് ഓഫർ കുറവാണ്. ഇത്രയും മോഡൽസിന് ഓഫർ വളരെയധികം കുറവായിട്ടാണ് കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാൻ. അപ്പം ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.